നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി പൈനാപ്പിൾ മെഡൂസ പൈനാപ്പിൾ എന്ന് പറയുന്ന ഒരു പൈനാപ്പിൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. ഇത് നമുക്ക് തൃശ്ശൂരിൽ ഉണ്ടായ ഒരു പൈനാപ്പിളാണ്. ഇത് സാധാരണ പൈനാപ്പിളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിൻ്റെ ഓരോരോ മുളകളിലും ഓരോരോ സൈഡിലും നൂറുകണക്കിന് തൈകൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൈനാപ്പിൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ഇനമാണ് മെഡൂസ പൈനാപ്പിൾ. അപ്പോൾ ഇതിൻ്റെ ഒരു വിളവെടുപ്പ് കൂടാതെ തന്നെ നമുക്കിത് ഒരു 10-20 തൈ വിൽപ്പനയ്ക്കുണ്ട്. അപ്പം അതിൽ വിൽക്കാനുള്ള തൈൻ്റെ സൈസ്, അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ്, ഏത് നമ്പറിലാണ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ആ മെഡൂസ പൈനാപ്പിൾ നേരത്തെ നമ്മളൊരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കായ്ച്ചു വരുന്നതും അതിൻ്റെ ഓരോരോ തളിര് വരുന്നതും, അതുപോലെ ഒരു മെയിൻ പൈനാപ്പിളിൽ നിന്ന് തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു പൈനാപ്പിൾ വരുന്ന ഒരു പൈനാപ്പിളാണ് മെഡൂസ പൈനാപ്പിൾ. ഇതാണ് ആ പൈനാപ്പിൾ. ഇതിപ്പം വിളവെടുപ്പിന് പാകമായി. ഇന്ന് നമ്മളതിൻ്റെ വിളവെടുപ്പാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം ഒരു ചെറിയ ഓറഞ്ച് കളറ് അതിൻ്റെ മെയിൻ, അതായത് ചെറിയ ചെറിയ പൈനാപ്പിളുകളിലല്ല, അതിൻ്റെ മെയിൻ പൈനാപ്പിളിൻ്റെ ഭാഗത്ത് ഒരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ പാകം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇന്ന് നമ്മളെന്തായാലും പറിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിളവെടുപ്പാണ്. എല്ലാവർക്കും സ്വാഗതം. തൈകളും ഉണ്ടായിട്ടുണ്ട്. ആ ചോട്ടിലൊരു തൈ ഉണ്ട്. പിന്നെ ഇത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകളുണ്ട്. അതൊക്കെ മുളയ്ക്കുമോ അതിൻ്റെയൊക്കെ രീതി എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇതാണിപ്പോൾ കാണുന്ന കാഴ്ച. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്നും വഴിക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ശരിക്കും ചെറിയ ചെറിയ പൈനാപ്പിൾ മെയിൻ ഒരു പൈനാപ്പിളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പറിക്കാൻ പോവുകയാണ്. പറിക്കാനായിട്ട് ഒടിച്ചെടുക്കാൻ പറ്റുമോ അതോ കത്തി കൊണ്ട് വേണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് ടഫാണ്, നല്ല മുള്ളുള്ള ഒരു ഇനമാണ് ഇത്. നമുക്ക് കത്തി കൊണ്ട് തന്നെ ഒടിച്ചെടുക്കാൻ തോന്നും. അതായിരിക്കും നല്ലത്. നമ്മൾ വിളവെടുത്തിട്ടുണ്ട് പൈനാപ്പിൾ. ഇതാണിപ്പം നമ്മുടെ മെഡൂസ പൈനാപ്പിൾ. ശരിക്കും കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും ഇത്. ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഇങ്ങനെ. ഇതാണ് മെഡൂസ പൈനാപ്പിൾ. പൊടിച്ചെടുത്തു നമ്മൾ. ബാക്കിയുള്ളത് നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ മെഡൂസ പൈനാപ്പിളിൻ്റെ ഓരോ ചെറിയ പൈനാപ്പിളും റിമൂവ് ചെയ്യുകയാണ്. അത് കത്തിയൊന്നും വേണമെന്നില്ല, നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അതുപോലെ കുഞ്ഞു പൈനാപ്പിൾ നമുക്ക് മുറിച്ചെടുക്കാം. ഇത് തിന്നാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ പൈനാപ്പിൾ, ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. ഇതെല്ലാം മാറ്റി കഴിയുമ്പോഴത്തേനും സാധാ പൈനാപ്പിൾ പോലെ ആവും. ഇതെല്ലാം ഒരു പാത്രം നിറച്ച് ഇപ്പം തന്നെ ആയി. നമുക്ക് ഇതിൻ്റെ എന്താ ഉപയോഗമെന്ന് നമുക്കറിയില്ല. ഈ ചെറിയ പൈനാപ്പിളിൻ്റെ വലുതെന്താവും എന്നുള്ളത് നമുക്ക് മുറിച്ച് നോക്കാം. ഇത് ചിലതിൽ ഒന്നിൽ നിന്ന് തന്നെ 3 എണ്ണമൊക്കെ വന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ സാധാരണ ഒരു പൈനാപ്പിൾ പോലെയായി. ഇനി നമുക്ക് മുറിച്ച് നോക്കാം ഇതെന്താണ് അവസ്ഥ എന്നുള്ളത്. നമ്മൾ ആ തൈയിൻ്റെ ഭാഗം കട്ട് ചെയ്യുകയാണ്. തൈയും മാറ്റി ഇപ്പോൾ സാധാ ഒരു പൈനാപ്പിൾ പോലെയായി. നമുക്കിത് ചെത്തി നോക്കാം. ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ സാധാരണ ആ മറ്റേ പൈനാപ്പിളിന് മുള്ളു പോലുള്ളൊരു ഭാഗം ഉണ്ടാവും. അത് ഇതിനില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇനി ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. നമുക്ക് ആളെ വിളിക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ. എന്താണ് ടേസ്റ്റ്? പുളിയാണോ മധുരമാണോ? ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ മധുരമാണ് മുമ്പിൽ നിൽക്കുന്നത്. പുളിയുണ്ട് ഇത്തിരി. സാധാരണ പൈനാപ്പിൾ ആണോ ഇതാണോ നല്ലത് ടേസ്റ്റ് വൈസ്? ടേസ്റ്റ് വൈസ് നല്ലത് ഈ പൈനാപ്പിൾ ആണ്. അപ്പുറത്തെ പൈനാപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളുണ്ടാവും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടിയാണ്. ടെക്സ്ചർ ഇത്തിരി കട്ടിയാണ്, ഹാർഡായിട്ടാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന തൈകളാണ് നമുക്ക് സെയിലിനുള്ളത്. ഏകദേശം ഒരു 20 എണ്ണമൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആദ്യം വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത്
വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് വിലയും കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ്.